ഖരീഫ് സീസണിൽ റോഡ് മാർഗം സലാലയിലെത്തുന്ന GCC താമസക്കാരുടെയും പൗരന്മാരുടെയും എണ്ണം വളരെ കൂടുതലാണ്. ദോഫാറിലേക്കുള്ള സുരക്ഷിത യാത്ര പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി അവരെ ലക്ഷ്യമിട്ടാണ് ഗതാഗത ആശയവിനിമയ വിവര സാങ്കേതിക മന്ത്രാലയം റോഡ് സുരക്ഷാ അവബോധ ക്യാമ്പയിനുമായി എത്തിയിരിക്കുന്നത്. ശുപാർശ ചെയ്യുന്ന റോഡ് റൂട്ടുകൾ ഉപയോഗിക്കുന്നതിനെക്കുറിച്ചും സുരക്ഷിതമല്ലാത്ത ബദലുകൾ ഒഴിവാക്കുന്നതിനെക്കുറിച്ചും അവബോധം വളർത്തുകയാണ് ഈ സംരംഭത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. പലപ്പോഴും ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ സെറ്റ് ചെയ്ത് എളുപ്പമുള്ള റോഡുകൾ തിരഞ്ഞെടുക്കുന്നവരാകും പലരും. എന്നാൽ അത്തരം റൂട്ടുകൾ ദൂരം കുറവാണെന്ന് തോന്നുമെങ്കിലും അവശ്യ സേവനങ്ങളുടെ അഭാവമുണ്ടെന്നും സുരക്ഷാ അപകട സാധ്യതകൾ സൃഷ്ടിക്കാമെന്നും മന്ത്രാലയം വിശദമാക്കുന്നു. ദോഫാറിലേക്കുള്ള പ്രധാന ഇരട്ടപാതയായ സുൽത്താൻ സയ്യിദ് ബിൻ തൈമൂർ റോഡ് വഴി വാഹനമോടിക്കണമെന്നാണ് അധികൃതർ മുന്നോട്ട് വയ്ക്കുന്നത്. ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളും അവശ്യ സേവനങ്ങളും ഈ പാതയിൽ ലഭ്യമാണ്. മാത്രവുമല്ല, ഭൂരിഭാഗം യാത്രക്കാരും ഉപയോഗിക്കുന്നതുമാണ് ഈ റോഡ്. ഒമാനിലെ റോഡുകളുടെ കാര്യത്തിൽ പൊതുജന വിശ്വാസം വളർത്തുന്നതിനും റോഡ് സുരക്ഷ നിലനിർത്തുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനുമുള്ള സർക്കാരിന്റെ തുടർച്ചയായ ശ്രമങ്ങളെ എടുത്തു കാണിക്കുകയുമാണ് ക്യാമ്പയിനിലൂടെ ഉദ്ദേശിക്കുന്നത്. ഖരീഫ് വേളയിൽ ദോഫാറിലേക്കുള്ള റോഡിൽ തിരക്ക് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ സുരക്ഷ പ്രോത്സാഹിപ്പിക്കുന്നതിനും സുരക്ഷിതമായ യാത്രാ അന്തരീക്ഷം ഉറപ്പാക്കുന്നതിനുമുള്ള വിശാലമായ തന്ത്രത്തിന്റെ ഭാഗമാണ് ഈ ക്യാമ്പയിൻ എന്ന് ഗതാഗത ആശയവിനിമയ വിവര സാങ്കേതിക മന്ത്രാലയം അറിയിക്കുന്നു.